അനുഭവങ്ങൾ നന്ദനാർ. അദ്ധ്യായം 1. ഉറക്കമില്ലാത്തവരുടെ രാത്രി. ജീവിക്കണമെന്ന് തീർച്ചപ്പെട്ട് കഴിഞ്ഞ മാതിരിയാണ്. എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും മരണത്തിൻ്റെ മണം പോലും തൻ്റെ അടുത്തെത്തുന്നില്ല. മരണം തന്നിൽ നിന്ന് എത്രയെത്രയോ അകലെയാണ്. പിന്നെന്ത് ചെയ്യും? ഇരുട്ടും മഴയുമുള്ള രാത്രിയാണെങ്കിലും മുറിയുടെ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നുകൊണ്ട് ഗോപി ചിന്തകളിൽ മുഴുകി. മരണത്തോടുള്ള മമത ഇന്നും ഇന്നലെയുമായി തുടങ്ങിയതല്ല, ബുദ്ധി ഉറച്ച അതുമുതൽ തുടങ്ങിയതാണ്. കാലം ചെല്ലും തോറും മമതയുടെ ദാർഢ്യം വർദ്ധിച്ചു വന്നതേയുള്ളൂ. വളരും തോറും മരണം തന്നിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ജീവിതം. മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുക. എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ തുടരേണ്ടി വരും? ഒരു നിശ്ചയവുമില്ല. ഇന്ന് വരെയുള്ള തൻ്റെ ജീവിതത്തിലേക്ക് ഗോപി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ജനനം തൊട്ട് തന്നെ തുടങ്ങാം. എന്നാണ് ജനനം? കണക്ക് നോക്കട്ടെ. ഇത് കൊല്ലമേതാണ്? മാസമേതാണ്? ഇംഗ്ലീഷ് കൊല്ലവും മാസവും 1944 ജൂലൈ ആണ്. മലയാളമോ? മലയാളം 1119 മിഥുനമാസം. കഴിഞ്ഞ ആഴ്ചയിലാണ് തനിക്ക് 18 വയസ്സ് തികഞ്ഞത്. അപ്പോൾ ജനനം 1926 ജൂലൈ മാസത്തിലാണെന്ന്, മലയാളം 1101 മിഥുന മാസത്തിലാണെന്ന് വരുന്നു. 18 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മഴ പെയ്യുന്ന മിഥുനമാസം രാത്രിയിൽ താൻ ജനിച്ചു. മിഥുനം തൻ്റെ ജന്മമാസമായതുകൊണ്ടാണോ ആ മാസത്തോട് പ്രത്യേകം ഒരു താല്പര്യം? അല്ല, പിന്നെ എന്താണ് അതിന് കാരണം? മിഥുനമാസത്തിൻ്റെ അപ്പുറത്തെ മാസമായ ഇടവമാസത്തിൽ മഴ തുടങ്ങുമെങ്കിലും ഭൂമിയുടെ ദാഹം തീരില്ല. മിഥുനമാസത്തിൻ്റെ ഇപ്പുറത്തെ മാസമായ കർക്കിടക മാസത്തിലാണെങ്കിൽ എപ്പോഴും ഇരുണ്ട ദിങ്മുഖങ്ങളും തോരാത്ത മഴയുമൊക്കെയാണ്. സർവോപരി കർക്കിടകമൊരു പഞ്ഞമാസവുമാണ്. മിഥുനമാസമോ ദാഹം തീർന്ന് തണുത്ത ഭൂമി, മണ്ണിനിടയിൽ കിടന്നിരുന്ന വിത്തുകൾ മുളച്ച് നാമ്പെടുത്ത ഹരിതാപമായ ഭൂവിഭാഗം, സുഖകരമായ ചൂടും തണുപ്പും, മനോഹാരിതകളുടെയും അനുഭൂതികളുടെയും അക്ഷയപാത്രമാണ് മിഥുനമാസം. എന്തൊരു വിശപ്പാണ്! ഇന്ന് അന്നത്തിൻ്റെ വെള്ളം പോലും കണ്ടിട്ടില്ല. ഇന്നലെ വല്ലതും കഴിച്ചുവോ? ഓർക്കുന്നില്ല. മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായി ദിവസങ്ങൾ നീങ്ങുമ്പോൾ എന്ന് എപ്പോൾ എന്ത് കഴിച്ചുവെന്ന് ഓർക്കാൻ വിഷമമാണ്. വയർ കടയുന്നു. വിത്തും കാമ്പുമെല്ലാം തുരന്നെടുത്ത മത്തനെ പോലെയാണോ വയർ? ഉമിനീരിറക്കിയിട്ടെങ്കിലും തൊണ്ടയൊന്ന് നനയ്ക്കാമെന്ന് വെച്ചാൽ വായിലൊരു നനവ് പോലുമില്ലല്ലോ. ഉണങ്ങിയ പ്ലാവില പോലെയുള്ള വായ. സമയം എത്രയായി കാണും? അറിഞ്ഞുകൂടാ. ഈ പെരുമഴയത്ത് കുറ്റാക്കൂരിടത്ത് സമയം എങ്ങനെ അറിയാൻ? മഴയുടെ ശബ്ദമില്ലെങ്കിൽ തൊട്ടടുത്ത നാലുകെട്ടിലെ ക്ലോക്ക് അടിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇപ്പോൾ അതിനും നിവൃത്തിയില്ല. ഉടൻ തന്നെ ഗോപി ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. സമയം അറിഞ്ഞിട്ട് ഈ രാത്രിയിൽ എന്ത് വേണം? വല്ലയിടത്തും പോകാനുണ്ടോ? വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. സമയം അറിയണമെന്ന് വെറുതെ തോന്നുന്നുവെന്ന് മാത്രം. വയറ് വിശക്കുമ്പോൾ സമയം പോകുന്നില്ലെന്ന് തോന്നും. ആമയുടെ ഗതിവേഗമാണ് അപ്പോൾ സമയത്തിന്. മുറിയിൽ അവനെ കൂടാതെ അമ്മയും അനുജൻ രാമൻകുട്ടിയും അനുജത്തി മാളുക്കുട്ടിയുമുണ്ട്. അനുജനും അനുജത്തിയും കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുന്നു. ആരോഹണാവരോഹണ ക്രമത്തിലുള്ള കൂർക്കം വലി. വയറു നിറഞ്ഞ അവർക്ക് ഉറങ്ങാനൊട്ടും പ്രയാസമുണ്ടാവില്ല. കിടക്കേണ്ട താമസം ഉറങ്ങുകയായി. കോലോത്തെ വലിയമ്മയുടെ ദയ കൊണ്ട് രാമൻകുട്ടിയും നാലുകെട്ടിലെ ചെറിയമ്മയുടെ ദയ കൊണ്ട് മാളുക്കുട്ടിയും വയറ് വിശക്കാതെ കഴിയുന്നു. രാമൻകുട്ടി 5ാം ക്ലാസ്സിലും മാളുക്കുട്ടി 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. രാമൻകുട്ടിക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും കോലോത്തെ വലിയമ്മയുടെ വീട്ടിലാണ് ഊണ്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാൽ അവൻ നേരെ കോലോത്തെ വലിയമ്മയുടെ വീട്ടിൽ പോയി ഊണ് കഴിച്ച് സ്കൂളിലേക്ക് തന്നെ മടങ്ങുന്നു. വൈകുന്നേരം വിട്ടുവന്ന് കുളിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് വീണ്ടും അവിടെ പോയി പകലൂണ് കഴിഞ്ഞു വരുന്നു. മാളുക്കുട്ടിക്ക് നാലുകെട്ടിലെ ചെറിയമ്മ വെള്ളവും വറ്റുമായി വല്ലതും കൊടുക്കും. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് വല്ലതും കൊടുത്താൽ പുണ്യം കിട്ടും. ഈശ്വരനെ മറന്ന് പ്രവർത്തിച്ചുകൂടല്ലോ. ചെറിയമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അമ്മ ഒന്നു തിരിഞ്ഞു കിടക്കുന്നതിനിടയിൽ ചോദിച്ചു, എന്താ ഗോപിയെ, നീയ് ജനലും പിടിച്ചു നിൽക്കണോ? വെറുതെ.
ഉറക്കം വരണ്ടാവില്ല അല്ലേ? ഇല്ല. അമ്മയ്ക്കോ? അമ്മ മറുപടി പറഞ്ഞില്ല. ഗോപിക്കറിയാം അമ്മ മറുപടി പറയാത്തതിൻ്റെ അർത്ഥം. തന്നെപ്പോലെ അമ്മയും വിശന്ന് പൊരിഞ്ഞു കിടക്കുകയാണ്. വിശന്ന് പൊരിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാണ്? എത്ര കാലമായി ഇങ്ങനെ മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? എന്നാണ് ഇതിനൊരു അവസാനം? എങ്ങോട്ട് നോക്കിയാലും ഒരു പ്രകാശം കാണാനില്ല. പ്രതീക്ഷകളും പ്രത്യാശകളുമില്ലാത്ത ജീവിതം. അല്പം പ്രതീക്ഷയുണ്ടായിരുന്നത് ഏട്ടനിലായിരുന്നു. എല്ലാം നശിപ്പിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണല്ലോ ഏട്ടൻ പട്ടാളത്തിൽ ചേർന്നത്. ഇവിടത്തെ സ്ഥിതിഗതികൾ നല്ലപോലെ അറിയാം. വല്ലതും അയച്ചു തരാതിരിക്കില്ലെന്ന് കരുതി. പക്ഷേ ഒരു കത്തയക്കാൻ പോലും ഏട്ടന് തോന്നിയില്ല. കത്ത് ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരുന്നു. എവിടെ കത്ത്? ഒടുവിൽ അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോൾ ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ പോയി മേൽവിലാസം വാങ്ങിക്കൊണ്ട് വന്ന് കത്തെഴുതി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടു, അതിനൊരു മറുപടി വരുന്നു. ഒരു കാർഡിൽ 2 വരി: എനിക്കിവിടെ സുഖം തന്നെ, അവിടെയും അപ്രകാരമെന്ന് കരുതുന്നു. കാർഡ് പിച്ചു ചീന്തി കാറ്റിൽ പറത്താൻ തോന്നി ഗോപിക്ക്. പക്ഷേ ചെയ്തില്ല. അമ്മയുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തു. അമ്മ അതെടുത്ത് മേപ്പടിയിൽ കൊണ്ടുപോയി വെച്ചു. അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാളൊരു ദിവസം മേപ്പടി തപ്പിയപ്പോൾ അതവിടെ കണ്ടു. ഏട്ടൻ പട്ടാളത്തിൽ ചേർന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇനി ഏട്ടൻ വല്ലതും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഏട്ടൻ്റെ സ്നേഹം ഏട്ടൻ്റെ ഭാര്യയോടും കുട്ടികളോടും മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കത്തും പണവും മുറയ്ക്ക് അയക്കുന്നുണ്ട്. ഭാര്യയോടും കുട്ടികളോടും സ്നേഹം വേണ്ടെന്ന് ആരും പറയില്ല. പക്ഷേ അവരോടുള്ളത്ര പോലെ ഇല്ലെങ്കിലും അല്പം സ്നേഹം പെറ്റമ്മയോടും സഹോദരങ്ങളോടും വേണ്ടേ? അതില്ല ഏട്ടന്. അമ്മയോടും സഹോദരങ്ങളോടും അല്പം പോലും സ്നേഹമോ കടപ്പാടോ ഇല്ലാത്ത മാതിരിയാണ് ആദ്യം തൊട്ടേയുള്ള പെരുമാറ്റം. ബുദ്ധി ഉറച്ചതു മുതൽ ഗോപിക്കുള്ള അനുഭവമാണത്. തന്നോടും രാമൻകുട്ടിയോടും മാളുക്കുട്ടിയോടുമുള്ള പെരുമാറ്റത്തിൽ ഒരു പ്രതികാരഭാവമാണ് നേർലിച്ച് കാണുന്നത്. കുടിപ്പക വെച്ചുകൊണ്ടുള്ള പെരുമാറ്റം. എന്താണതിന് കാരണം? ഏട്ടൻ്റെയും തങ്ങളുടെയും അച്ഛൻ വേറെയായതാവുമോ കാരണം? ആണെങ്കിൽ അതാരുടെ കുറ്റം? തങ്ങൾ എന്ത് പിഴച്ചു? അമ്മ എന്ത് പിഴച്ചു? ഏട്ടനെ 4 മാസം ഗർഭമായിരുന്നപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം 14 കൊല്ലം അമ്മ വിധവയായി തന്നെ ജീവിച്ചു. അപ്പോഴാണത്രേ മറ്റൊരു പുരുഷൻ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. പ്രായം കൊണ്ടും ജാതി കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും പങ്കുണ്ണി നായർ കുഞ്ചുകുട്ടി അമ്മയ്ക്ക് യോജിച്ച പുരുഷൻ തന്നെയായിരുന്നു. പക്ഷേ വീട്ടിൽ മിക്കവരുടെയും അഭിപ്രായം കുഞ്ചുകുട്ടി അമ്മയ്ക്ക് ഒരു 2ാം വിവാഹത്തിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു. കാരണം വേണ്ട കാലത്ത് തന്നെ അവർ വിവാഹിതയായി. കൊല്ലം തികയുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു പോയെങ്കിലും ആ ബന്ധത്തിൽ ഒരാൺകുട്ടി ഉണ്ടായി. അമ്മയുടെ ശേഷക്രിയ ചെയ്യാൻ ഒരു സന്തതി. 14 കൊല്ലത്തിന് ശേഷം 14 കൊല്ലം വിധവയായി ജീവിച്ചതിന് ശേഷം വീണ്ടും വിവാഹിതയാവുകയോ? കൊള്ളാം. എന്തിന്? എന്താണ് അതിൻ്റെ ആവശ്യം? പങ്കുണ്ണി നായർക്കും കുഞ്ചുകുട്ടി അമ്മയ്ക്കും അത് ആവശ്യമാണെന്ന് തോന്നി. വേണ്ടപ്പെട്ടവരുടെ അതൃപ്തിയെ അവഗണിച്ചുകൊണ്ട് അവർ വിവാഹിതരായി. അടുത്ത കൊല്ലം ഗോപി ജനിച്ചു. പിന്നെ രാമൻകുട്ടിയും മാളുക്കുട്ടിയും. അങ്ങനെ ആ ദാമ്പത്യ ബന്ധത്തിൽ 3 കുട്ടികളുണ്ടായി. ഗോപിക്കും ഗോപിയുടെ ഏട്ടൻ രാവുണ്ണിക്കും തമ്മിൽ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പങ്കുണ്ണി നായരും കുഞ്ചുകുട്ടി അമ്മയും തമ്മിലുള്ള വിവാഹത്തിൽ ഏറ്റവും അതൃപ്തി രാവുണ്ണിക്കായിരുന്നു. അതൃപ്തി കാലക്രമത്തിൽ വൈരാഗ്യമായി രൂപപ്പെടുകയാണ് ഉണ്ടായത്. വൈരാഗ്യത്തെ ആളിക്കത്തിക്കാൻ വീട്ടിലുള്ളവർ പരമാവധി ശ്രമിച്ചു. എരിയുന്ന തീയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന പണി. അവസാനം ഒരു ദിവസം രാവുണ്ണി രണ്ടാനച്ഛൻ്റെ മുൻപിൽ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു. വീട്ടിൽ നിന്ന് കടന്നു പോകാൻ പറഞ്ഞു. ആ നിമിഷം പങ്കുണ്ണി നായർ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ മരിക്കുവോളം അവിടെ കാലെടുത്ത് കുത്തിയിട്ടില്ല. വെറും 10 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പങ്കുണ്ണി നായർ മരിച്ചു. പങ്കുണ്ണി നായർ മരിക്കുന്നതിന് മുമ്പ് തന്നെ പാടമ്പത്ത് പറമ്പിൽ തറവാട്ടിൽ തൊഴുത്തിൽ കുത്തും മുറുമുറുക്കലും പിരിമുറുകി. സ്ഥിതിഗതികൾ തറവാട്ട് ഭാഗത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുകയായിരുന്നു. പങ്കുണ്ണി നായർ മരിച്ച കൊല്ലം തന്നെ ഭാഗം കഴിഞ്ഞു. മഴയ്ക്ക് ശക്തി കൂടുകയാണോ? എത്ര നേരമായി ഇങ്ങനെ നിന്ന് പെയ്യാൻ തുടങ്ങിയിട്ട്? വല്ലാതെ ഊഞ്ഞാലടിക്കുന്നു.
ഗോപി പായയിൽ വന്ന് കിടന്നു. അമ്മ ചോദിച്ചു, നിന്ന് മടുത്തുവോ? വല്ലാത്ത ഊഞ്ഞാല്. മോളിലും അടുക്കളയിലും ഒക്കെ വെള്ളപ്രളയാവും. ഇക്കൊല്ലത്തെ മഴയ്ക്ക് ഈ പത്തായപ്പരുണ്ടാവുമെന്ന് തോന്നണില്ല. ബാക്കി ഈ പത്തായപ്പുര മാത്രമല്ലേ ഉള്ളൂ, അതും നശിക്കട്ടെ. അമ്മ മറുപടി പറഞ്ഞില്ല, നിശബ്ദയായി. തറവാട്ട് ഭാഗവും അതിനെ തുടർന്നുള്ള സംഭവവും ഗോപി ഓർത്തു. 3 താവഴിയായിട്ടാണ് തറവാട് ഭാഗിച്ചത്. വലിയമ്മയും മക്കളും ഒരു താവഴി, ചെറിയമ്മയും മക്കളും മറ്റൊരു താവഴി, തൻ്റെ അമ്മയും മക്കളും മൂന്നാമതൊരു താവഴി. വലിയമ്മയും ചെറിയമ്മയും 4 കെട്ട് പങ്കിട്ടെടുത്തപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും പത്തായപ്പുര കിട്ടി. പത്തായപ്പുര, ഭൂസ്വത്തുക്കൾ ധാരാളം. തെക്കും വടക്കും അറിയാത്ത അമ്മ, താഴെ എട്ടും പൊട്ടും തിരിയാത്ത മൈനർമാരായ 3 കുട്ടികൾ. തറവാട്ടിൽ കാരണവരും കൈകാര്യകർത്താവുമായി ഏട്ടൻ ഭരണം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൻ്റെ പടിക്കൽ ടാക്സിക്കാർ വന്നു നിൽക്കുന്നത് കാണാം. ടാക്സിക്കാരിൽ അമ്മയെയും കൊണ്ട് ഏട്ടൻ രജിസ്റ്റർ ഓഫീസിൽ പോകും. തിരിച്ചു വരുമ്പോൾ ഏട്ടൻ്റെ മുഖത്ത് ചിരിയും കീശയിൽ പണവും ഉണ്ടാവും. അമ്മയുടെ മുഖത്ത് ഒരു അന്താളിപ്പും. ഇതിനിടയിൽ ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹം കഴിച്ച് ഭാര്യയോടൊത്ത് ആർഭാടപൂർവ്വം ഒരു വാടക വീട്ടിൽ താമസവും തുടങ്ങി. ദിവസങ്ങൾ നീങ്ങവേ രജിസ്റ്റർ ഓഫീസിൽ പോക്ക് നടന്നിട്ടായി. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അന്താളിപ്പോടൊപ്പം അമ്മ ആകെ വാടി തളർന്നിട്ടുണ്ടാകും. അപ്പോൾ അമ്മയെ കണ്ടാൽ പാവം തോന്നും. ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നില്ല ഏട്ടൻ, വിറ്റ് തിന്ന് ജീവിക്കുകയായിരുന്നു. വിറ്റ് തിന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ സ്വത്തുക്കൾ നശിക്കാൻ ഒട്ടുകാലം വേണോ? ഭൂസ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോയി. നികുതി കൊടുക്കാത്തത് കൊണ്ട് വീട്ടു സാധനങ്ങളിൽ പലതും ജപ്തി ചെയ്തു കൊണ്ടുപോയി. അവശേഷിച്ചിരുന്നതിൽ പലതും വിറ്റുതന്നു. അവസാനം ചോർന്നൊലിക്കുന്ന, തറ പറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പത്തായപ്പുര മാത്രം ബാക്കിയായപ്പോൾ ഏട്ടൻ പട്ടാളത്തിൽ ചേർന്നു. അമ്മയെക്കുറിച്ചോ ഉടപ്പിറപ്പുകളെക്കുറിച്ചോ ഒരല്പമെങ്കിലും വിചാരം ഏട്ടനില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇരുട്ടുമഴയുമുള്ള രാത്രിയാണെങ്കിലും വിശപ്പ് അസഹനീയമാണെങ്കിലും നേരം പുലരരുതേ എന്നാണ് ആഗ്രഹം. നേരം പുലർന്നാൽ എന്തു ചെയ്യാനാണ്? വെറുതെ വിശക്കുന്ന വയറുമായി അങ്ങാടിയിൽ, ഇടവഴികളിൽ, അമ്പല പരിസരത്തിൽ, പുഴക്കരയിൽ അലഞ്ഞു നടക്കാം. അത്ര തന്നെ. അതുകൊണ്ട് എന്താണൊരു ഗുണം? ഒന്നുമില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെന്താണൊരു വഴി? അന്യനാട്ടിൽ പോയി എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്, എന്ത് വേഷം കെട്ടാനും തയ്യാറാണ്. ചുമടെടുക്കാം, ഹോട്ടലിൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ചുമടെടുപ്പും ഹോട്ടൽ ജോലിയും അല്ലാതെ തനിക്കെന്ത് ഉദ്യോഗം കിട്ടാനാണ്? പഠിപ്പുണ്ടെങ്കിലല്ലേ കാര്യമായ വല്ല ഉദ്യോഗവും കിട്ടുകയുള്ളൂ. പഠിപ്പ്, എന്ത് പഠിപ്പിരിക്കുന്നു തനിക്ക്? 8ാം തരം വരെയെങ്കിലും പഠിക്കണമെന്ന് എത്ര ആഗ്രഹിച്ചിരുന്നു, സാധിച്ചില്ല. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഏട്ടനോട് പറയാനായി ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ പോയ രംഗം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നുണ്ട്. ഏട്ടൻ ഭാര്യയോടൊത്ത് ആർഭാടപൂർവ്വം വാടക വീട്ടിൽ താമസിക്കുന്ന കാലം. വീട്ടിലേക്ക് അപൂർവമായേ വരൂ. അമ്മയും സഹോദരങ്ങളും തിന്നുവോ കുടിച്ചുവോ എന്നൊന്നും തീരെ അന്വേഷണമില്ല. മഴ പെയ്യുന്ന ഒരു വൈകുന്നേരമാണ് ഏട്ടനെ സങ്കടമുണർത്തിക്കാൻ ചെന്നത്. ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ഏട്ടൻ. ഗർഭിണിയായ ഏട്ടത്തിയമ്മ അകത്ത് മഞ്ചപ്പത്തായത്തിൽ ചെരിഞ്ഞു കിടക്കുന്നു. ചായ ഊതി കുടിക്കുന്നതിനിടയിൽ ഏട്ടൻ ചോദിച്ചു, എന്താടാ പോന്ന്? മിണ്ടാതെ ചുമർ ചാരി നിന്നു. വീട്ടിൽ വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെന്തിനായി പെരുമഴയത്ത് വിരുന്ന് വന്നിരിക്കണ്? ഞാൻ 6ലേക്ക് ജയിച്ചു. അത് ഞാൻ ഇന്നാളവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ? ഉവ്വ്. പിന്നെന്തിനാ പിന്നെയും പറയണ്? പുസ്തകമൊന്നും വാങ്ങിയിട്ടില്ല. എന്തേ വാങ്ങാഞ്ഞ്? കുറച്ചുച്ചത്തിൽ പുച്ഛസ്വരത്തോടെയാണ് ഏട്ടൻ ചോദിച്ചത്. ഗോപി നിശബ്ദം നിന്നു. പുസ്തകം വാങ്ങാൻ കാശ് ചോദിക്കാനല്ലേ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കണ്? ഗോപി പതുക്കെ മൂളി. അതിന് നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമില്ല. നിന്റെ തന്ത മൊശകോടൻ പങ്കുണ്ണി ആരണ്ടായിരുന്നില്ലേ, ആ ചെറ്റപ്പെറുക്കി, അയാൾ സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമില്ലാന്ന് മനസ്സിലായില്ലേ? മൊശകോടനും ചെറ്റപ്പെറുക്കിയുമായ പങ്കുണ്ണി നായർ, ആ പങ്കുണ്ണി നായരുടെ മകനാണ് താൻ. മരിച്ചുപോയ അച്ഛനെ മകൻ്റെ മുമ്പിൽ വെച്ച് ചീത്ത പറയുക. കണ്ണുകൾ നിറഞ്ഞു. ഏട്ടൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്
ദേഷ്യപ്പെട്ട് ചാടി. എന്തിനാടാ കരയണ് ചെളുക്കെ? പഠിക്കുന്നുണ്ട്. അതിനല്ലേ പറഞ്ഞത് നിന്റെ തന്ത സമ്പാദിച്ച് വെച്ചിട്ടൊന്നുമില്ലെന്ന്. പഠിച്ച് ഉദ്യോഗസ്ഥനാവാൻ പോണ ഒരാൾ പോയിക്കോൻ്റെ മുന്നിൽ പോന്നു. ഉടൻ പോന്നു. അപ്പോഴും പെരുമഴ തന്നെയായിരുന്നു. വീട്ടിലെത്തുവോളം കരഞ്ഞു. അന്ന് തുടർന്ന് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവുമായിരുന്നു. സ്കൂൾ വിട്ടിട്ട് 4 കൊല്ലമാകുന്നു. ആദ്യം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്നത് തന്നെ 10ാമത്തെ വയസ്സിലായിരുന്നു. സ്കൂളിൽ ചേർക്കുകയേ വേണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഏട്ടൻ. അത് മറ്റൊരു കഥയാണ്. ഏട്ടൻ്റെ ഒരു ശബദത്തിൻ്റെ കഥ. ആ കഥ ഓർക്കുമ്പോൾ രാവുണ്ണി നെടുങ്ങാടിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ ഹോട്ടൽ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്. കറുത്തു നീണ്ട തലയിൽ പപ്പടവട്ട കഷണ്ടിയുള്ള ഒരു മനുഷ്യൻ. കുരങ്ങൻ്റെ മുഖച്ഛായ. കൈവിരലുകളിൽ പകുതി ഭാഗവും നഖങ്ങളാണെന്ന് തോന്നും. നീണ്ട് ചെളി നിറഞ്ഞ നഖങ്ങൾ. വായ പൊളിച്ചാൽ പല്ലുകൾക്കിടയിലെല്ലാം ആഹാരം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. പിന്നെ കറുകറുത്ത തൊണ്ണും. ആകപ്പാടെ നെടുങ്ങാടിയെ കണ്ട ഭയം തോന്നും. രാത്രിയിൽ ഇരുട്ടത്ത് നിന്ന് പെട്ടെന്ന് നെടുങ്ങാടി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നിരിക്കട്ടെ, കുട്ടികൾ പേടിച്ച് നിലവിളിക്കും. മുതിർന്നവർ ഞെട്ടി വിറയ്ക്കും. നെടുങ്ങാടി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. വീട്ടിൽ പിറന്നാളും മറ്റും ഉണ്ടാകുമ്പോൾ ദേഹണ്ണത്തിന് നെടുങ്ങാടിയായിരുന്നു. ഹോട്ടൽ കച്ചവടത്തിനും ദേഹണ്ണത്തിനും പുറമെ കുട്ടികൾക്ക് അത്യാവശ്യം ട്യൂഷൻ കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു നെടുങ്ങാടിക്ക്. അങ്ങനെയാണ് നെടുങ്ങാടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഗോപി പഠിക്കാൻ പോയി തുടങ്ങിയത്. പഠിപ്പിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നതിലായിരുന്നു നെടുങ്ങാടിക്ക് രസം. ചെവി പറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചെവി പിടിച്ചു തിരുമ്പലുകൾ, തൊലിയും മാംസവും ചൂർന്നെടുക്കുന്നത് പോലെയുള്ള നുള്ളലുകൾ, എല്ലാറ്റിനും പുറമെ ചുട്ടാടി. അതാകട്ടെ ചെകിടത്ത് തന്നെ. നെടുങ്ങാടിയുടെ അടുക്കൽ പഠിക്കാൻ പോകുമ്പോൾ ഒരേ ഒരു വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഭയം. അറക്കാൻ കൊണ്ടുപോകുന്ന ഒരാട്ടിൻകുട്ടി. മടുത്തു. നെടുങ്ങാടിയുടെ ട്യൂഷൻ മടുത്തു. സമയത്തിന് വീട്ടിൽ നിന്നിറങ്ങി പുഴയ്ക്കക്കരെ കുന്നിൻ മുകളിൽ പോയി വിശ്രമിച്ച് 12 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തും. 3 ദിവസം തന്നെ കഴിഞ്ഞില്ല. അതിനു മുമ്പ് സംഗതി വീട്ടിലറിഞ്ഞു. ഏട്ടനറിഞ്ഞാൽ എല്ല് വെള്ളമാക്കുമെന്ന ഭയം കൊണ്ടാകാം അമ്മ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഏട്ടനുണ്ടോ അറിയാതിരിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നെടുങ്ങാടി വിവരം പറയാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലേട്ടനുമുണ്ടായിരുന്നു. നെടുങ്ങാടി ചോദിച്ചു, എന്താ ഗോപിയെ ട്യൂഷൻ അയക്കണത് നിർത്തിയോ? ഇല്ലല്ലോ. എന്തേ? ഏട്ടൻ്റെ ശബ്ദം. ഗോപി മുകളിലെ കോണിത്തട്ടിൽ വന്നിരുന്നു. നെടുങ്ങാടിയുടെയും ഏട്ടൻ്റെയും സംസാരം അവിടെ ഇരുന്നാലും കേൾക്കാം. അല്ല, ഒരാഴ്ചയായിട്ട് ഗോപിയെ കാണാറില്ല. ഇവിടുന്ന് സമയത്തിന് പോകാറുണ്ടല്ലോ. അതോ, എന്നാൽ ഇതാ മാജിക്ക്. എവിടെ ഗോപി? മോളിലുണ്ടാവും തോന്നണു. ചെറിയമ്മയാണ് പറഞ്ഞത്. തറവാട് ഭാഗിക്കാത്ത കാലമായിരുന്നു. ഗോപിയേ, ഗോപിയേ! ഏട്ടൻ നീട്ടി വിളിച്ചു. ഗോപി വിളി കേട്ടില്ല. ഏട്ടൻ നിമിഷത്തിനുള്ളിൽ മുകളിൽ കുതിച്ചെത്തി. ചെന്നായിയുടെ മുന്നിൽ ആട്ടിൻകുട്ടി. ഒരൊറ്റടി. ചെപ്പ മൂളി. 2ാമത്തെ അടിക്ക് താഴെ വീണു. പിന്നെ അടിയോടടിയാണ്. ഒരൊറ്റ ചോദ്യമില്ല, അടിയോടടി. ഇന്ന സ്ഥലത്തെന്നില്ല, തലങ്ങും വിലങ്ങും അടി. തറവാട് ഭാഗിക്കാത്ത കാലമല്ലേ. ചെറിയമ്മയും വലിയമ്മയും അമ്മയുമൊക്കെ മുകളിൽ ഓടിയെത്തി. അവസാനം ദേഷ്യം തീരാതെ പൊക്കിയെടുത്ത് കോണിത്തട്ടിൽ നിന്ന് താഴത്തേക്കിട്ടു. നീ കൊന്നു അതിനെ? അമ്മ നിസ്സഹായതയോടെ ചോദിച്ചു. കൊല്ലില്ല, കഷ്ണം കഷ്ണമായിട്ട് കൊത്തി നുറുക്കുക വേണ്ടത്. ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിലാണ്. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി പ്രവഹിക്കുന്നു. വലത്തെ കാലിൽ വേദന. എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. അമ്മ വിരൽ പിടിച്ച് വലിച്ചപ്പോൾ ഞെരിപൊരി കൊണ്ടു പുളഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴേക്കും കാലടി വിങ്ങി വീർത്തു. വേലത്തിക്കാളിക്കുട്ടിക്ക് ആളയച്ചു. അവൾ വന്നു. ഒരാഴ്ച 2 നേരം ഒഴിഞ്ഞതിന് ശേഷമാണ് കഷ്ടിച്ച് എഴുന്നേറ്റ് നിൽക്കാറായത്. നടക്കാറായപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇനി ഈ നായിൻ്റെ മോനെ പഠിക്കാൻ എങ്ങോട്ടും അയക്കണ്ട. ദേഷ്യം വന്നാൽ ഞാൻ വല്ലതും ചെയ്തു പോവും. എന്നിട്ട് കോടതി കയറാൻ എന്നെ കൊണ്ടാവില്ല. അതോടെ നെടുങ്ങാടിയുടെ ട്യൂഷൻ നിന്നു. 3 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ സ്കൂളിൽ ചേർന്നത്. അതെങ്ങനെയാണ് ഉണ്ടായത്? അതും നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് ഒരു ദിവസം ഭാസ്കരക്കുറുപ്പ് വീട്ടിൽ വന്നു. പല കോവിലകങ്ങളിലെയും മനകളിലെയും വ്യവഹാര കാര്യസ്ഥനാണ് അദ്ദേഹം. പണ്ട് അമ്മാമൻ്റെയും ഒക്കെ കാലത്ത് കുറച്ചു കാലം
വ്യവഹാര കാര്യസ്ഥനായി വീട്ടിലും ജോലി നോക്കിയിട്ടുണ്ട്. അന്ന് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന പതിവുണ്ട്. കുറുപ്പ് ചോദിച്ചു, ഇന്നെന്താ സ്കൂളില്ലേ? ഗോപി അമ്മയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു, സ്കൂളിൽ ചേർത്തെങ്കിലല്ലേ സ്കൂളിൽ പോകൂ. അതെന്തേ, ഗോപിക്ക് എത്ര വയസ്സായി? വയസ്സ് 10 കുറുപ്പേ. എനിക്ക് ആരാണുള്ളത്? ദൈവം കൂടി എന്നെ കൈ വെടിഞ്ഞ മാതിരിയാ. അതെന്തായാലും ഗോപിയെ സ്കൂളിൽ അയക്കാതെ പറ്റില്ല. കണ്ടാൽ തിരിയാറാക്കണ്ടേ? അമ്മ ഒന്നും പറഞ്ഞില്ല. കുറുപ്പ് ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, ആട്ടെ, ഗോപി ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. അമ്മയും ഗോപിയും സംശയിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കുറുപ്പ് വീണ്ടും പറഞ്ഞു, തമാശ ഒന്നുമില്ല ഞാൻ പറയണ്, കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയണ്. ഗോപി വേഗം പുറപ്പെട്ടോളൂ. പിന്നെ സംശയിച്ചു നിന്നില്ല, പുറപ്പെട്ടു. രാവുണ്ണി ഇതറിഞ്ഞാൽ തുള്ളിച്ചാടുവോ? ഗോപിയെ പഠിക്കാൻ എങ്ങോട്ടും അയക്കണ്ടെന്നാ രാവുണ്ണിയുടെ നിശ്ചയം. രാവുണ്ണി തുള്ളിച്ചാടിയാൽ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. കുട്ടി ഇങ്ങോട്ട് പോരൂ. സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ സ്ലേറ്റും 1ാം പാഠപുസ്തകവും കുറുപ്പ് വാങ്ങി തന്നു. ഭാസ്കരക്കുറുപ്പിന് അന്നത് ചെയ്യാൻ തോന്നിയതുകൊണ്ട് ഇപ്പോൾ കണ്ടാൽ തിരിയാറായെന്ന് പറയാം. 5 കൊല്ലം എങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പഠിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ. പട്ടിണി കിടന്ന് പഠിക്കുക, പച്ചവെള്ളം കുടിച്ച് പഠിക്കുക. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നില്ലെങ്കിലും പട്ടിണി കിടക്കലും വെറും പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റാൻ ശ്രമിക്കലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പോലെ ഒരു വിശപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നുണ്ടോ? സ്വതവേ മഴക്കാലത്ത് വിശപ്പ് അധികമാണ്. രാത്രിയിൽ അമ്പലത്തിൽ പോയി ശ്രീധരൻ നായരെ കണ്ട് പായസം ചോദിച്ചാലോ എന്ന് കരുതിയതായിരുന്നു. ശ്രീധരൻ നായർ ക്ഷേത്ര മാനേജരാണ്. അദ്ദേഹത്തിൻ്റെ വകയായി എല്ലാ ദിവസവും അത്താഴപൂജയ്ക്ക് പായസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ചോദിച്ചു വാങ്ങാറുണ്ട്. ഈയിടെ അദ്ദേഹം അമ്മുക്കുട്ടി മാരസ്യാരോട് പറഞ്ഞു അത്രേ, വിശക്കണോ പായസം തരുമോ എന്നൊരു കുട്ടി വന്ന് ചോദിച്ചാൽ എങ്ങനെയാ ഇല്ല എന്ന് പറയുക? എന്നിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് നന്നല്ല. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ ചെന്ന് ബുദ്ധിമുട്ടിക്കാഞ്ഞത്. പുറത്ത് മഴ പെയ്യുക തന്നെയാണ്. കാലവർഷം ആരംഭിച്ചത് മുതൽ മഴ ഇങ്ങനെ കൊണ്ടുപിടിച്ച് പെയ്യുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. ഗോപി ഒന്ന് തിരിഞ്ഞു കിടന്ന് ഉടുത്ത മുണ്ട് അഴിച്ചു പുതച്ചു. അമ്മ ചോദിച്ചു, ഇനിയും ഉറങ്ങിയില്ല അല്ലേ? ഇല്ല. അമ്മയും ഉറങ്ങിയില്ലേ? ഇല്ല. എന്താണ് ഉറങ്ങാത്തതെന്ന് രണ്ടുപേരും ചോദിച്ചില്ല. ഉറക്കം വരാത്തതിൻ്റെ കാരണം രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ടാവാം. നന്ദനാർ എഴുത്തുകാരൻ്റെ ആത്മകഥാംശം നിറഞ്ഞു നിൽക്കുന്ന നോവലാണ്, അഥവാ ആത്മകഥ തന്നെയാണ്. അനുഭവങ്ങൾ എന്ന നോവൽ നന്ദനാരിലെ മൃത്യുവാഞ്ചയെ വിശദീകരിക്കുന്ന നോവൽ കൂടിയാണ്. ജീവിതത്തിൻ്റെ അവസാനമാണ് മരണമെന്ന് വിശ്വാസമായ കാലം മുതൽ തുടങ്ങിയതാണ് അനുഭവങ്ങളിലെ ഗോപിയുടെ മൃത്യുമമത. ഗോപി ഗോപാലൻ തന്നെ, PC ഗോപാലൻ. അങ്ങാടിപ്പുറത്തുകാരുടെ ഗോപേട്ടനും ഗോപിയുടെ പട്ടാളത്തിൽ പോകുന്നവരുടെ കഥയാണ് അനുഭവങ്ങളിൽ. ഗോപാലൻ നന്ദനാരാവുന്നത് പട്ടാളത്തിൽ വെച്ചാണല്ലോ. അനുഭവങ്ങൾ എഴുതി തീർന്നതും നന്ദനാർ ആത്മഹത്യ ചെയ്തു എന്ന് അനുഭവങ്ങളുടെ അവതാരികയിൽ NP വിജയകൃഷ്ണൻ പറയുന്നു. അനുഭവങ്ങളുടെ 1ാമത്തെ അധ്യായം വിശപ്പിൻ്റെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു നേർചിത്രം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. പട്ടിണി കൊണ്ട് തളർന്നുറങ്ങേണ്ടി വരുന്ന, വയറ് നിറയ്ക്കാൻ വരെ കഴിയാതെ വരുന്ന ഗോപിയും അമ്മയും. അമ്മയെയും കൂടപ്പിറപ്പുകളെയും തിരിഞ്ഞു നോക്കാത്ത ഏട്ടൻ. ഇവിടെ വിശപ്പും ദാരിദ്ര്യവും ജീവിതത്തെ വെറുക്കുന്നതിന്, ജീവിതത്തോട് അതിയായ വിരക്തി തോന്നുന്നതിന് കാരണമാകുന്നു. അവിടെ ജീവിതമെന്നത് ഒരുതരം കഷ്ടപ്പാട് മാത്രമാവുന്നു, ഒരുതരം ദുഃഖം മാത്രമാവുന്നു. തുടക്കത്തിൽ തന്നെ പറയുന്നത് പോലെ മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിതമെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനമായിട്ടുള്ള മരണത്തെ കാത്ത് ഇരുന്നു കൊണ്ടുള്ള ജീവിതം, അത് എങ്ങനെ മുന്നോട്ട് പോകും? അത് എത്ര കാലം മുന്നോട്ട് പോകും? എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ തുടരേണ്ടി വരും എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അതിന് ഒരു നിശ്ചയവുമില്ല.
ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണരുന്നത് ഒരുപാട് വിങ്ങിപ്പൊട്ടലുകളാണ്. വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ കടന്നു വരുന്നത്. പഠിത്തത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ കടന്നു വരുന്ന ചിന്ത, ഏട്ടൻ ആർഭാടത്തിൽ ജീവിച്ചിട്ടും ആർഭാടത്തിലേക്ക് പോയിട്ടും ഏട്ടൻ തിരിഞ്ഞു നോക്കാതെ, സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കാതെ പെരുമാറുന്ന ആളായിട്ട് മാറിപ്പോകുന്ന വേദനിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഗോപി പഠിക്കാനുള്ള ആഗ്രഹത്തോടെ ആർഭാടത്തോടെ താമസിക്കുന്ന ഏട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ ഏട്ടൻ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഗോപിയുടെ മനസ്സിനെ പോലെ തന്നെ വായിക്കുന്ന വായനക്കാരെയും ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. ഏട്ടനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഗർഭിണിയായ ഏട്ടത്തിയമ്മ ചെരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ചായ ഊതിക്കുടിക്കുന്നതിനിടയിൽ ഏട്ടൻ ചോദിക്കുന്നു, എന്താടാ പോന്ന്? മിണ്ടാതെ ചുമർച്ചാരി നിൽക്കുന്ന ഗോപി, വീട്ടിൽ വിശേഷിച്ചൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഏട്ടൻ ചോദിച്ചിന് ഇല്ല എന്ന് പറയുന്നു. പിന്നെന്തിനാ ഈ പെരുമഴയത്ത് വിരുന്ന് വന്നിരിക്കണ് എന്നാണ് ഒരേട്ടൻ തൻ്റെ അനിയനോട് ചോദിക്കുന്നത്. ഒരു മമതയോ സ്നേഹമോ കാരുണ്യമോ ഇല്ലാത്ത ഏട്ടൻ്റെ പ്രവൃത്തി ഗോപിയെ ഒരുപാട് വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പുസ്തകമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് തൻ്റെ ഏട്ടനോട് ഗോപി പറയുമ്പോൾ അതിന് അയാൾ പറയുന്ന മറുപടിയാണ് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അയാൾ പറയുകയാണ്, ഏട്ടൻ മറുപടി പറയുകയാണ്, അതിന് നിൻ്റെ തന്ത സമ്പാദിച്ച് വെച്ചിട്ടൊന്നുമില്ല. നിൻ്റെ തന്ത മൊശകോടൻ പങ്കുണ്ണിയാരുണ്ടായിരുന്നില്ലേ, ആ ചെറ്റപ്പെറുക്കി, അയാൾ സമ്പാദിച്ച് വെച്ചിട്ടൊന്നുമില്ലാന്ന് എന്ന രീതിയിലാണ് അയാൾ അവിടെ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു തരത്തിലും സഹായവും ഒരു തരത്തിലുള്ള സ്നേഹവും ബന്ധവും ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന, നിസ്സഹായനായി പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവുകയായിരുന്നു ഗോപി. പിന്നീടും ഗോപി പറയുന്നുണ്ട്, തൻ്റെ കഥകൾ ഓർക്കുമ്പോൾ ഗോപിക്ക് ഒരുപാട് വേദനയും വിഷമവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിൽ 1ാം ക്ലാസ് ചേർന്നതിൻ്റെ കഥ പറയുന്നുണ്ട്. സ്കൂളിൽ ചേർക്കുകയേ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. നെടുങ്ങാടിയുടെ ട്യൂഷന് പോകാൻ കഴിയാതെ കറങ്ങി നടന്ന ഗോപി, നെടുങ്ങാടിയെ കാണുമ്പോൾ തന്നെ ഗോപിക്ക് ഒരേ ഒരു വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭയമാണ്. അപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്നത് അത്രയും ഭയപ്പെടുത്തിയും അത്രയും പേടിപ്പിച്ചും അങ്ങനെയുള്ള രീതിയിലാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നതിലായിരുന്നു നെടുങ്ങാടിക്ക് രസമുണ്ടായിരുന്നത്. അയാൾ ചെവി പറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് ചെവി പിടിച്ച് തിരിക്കുന്നത്, നുള്ളുന്നു, അടിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷയിലൂടെയാണ് നെടുങ്ങാടിയുടെ ട്യൂഷൻ നടന്നിരുന്നത്. അതിനാൽ തന്നെ അവിടേക്ക് പോകാൻ കഴിയാതെ പോകാതിരിക്കുന്ന ഗോപി പിന്നീട് ഈ കാര്യം വീട്ടിലറിയുമ്പോൾ ഏട്ടൻ മർദ്ദിക്കുന്നത് ചെറുതായിട്ടൊന്നുമല്ല. അങ്ങനെ ഒരുപാട് വേദനയിലൂടെയും വിഷമത്തിലൂടെയും പിന്നെയും പിന്നെയുമുള്ള ആവർത്തനങ്ങളാണ് ഗോപിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. പിന്നെ 3 കൊല്ലത്തിന് ശേഷം ഭാസ്കരക്കുറുപ്പിൻ്റെ ദയ കൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന ഗോപി. ഇങ്ങനെ പട്ടിണി, ദാരിദ്ര്യം, വേദന, ഓർമ്മകളിലെ ദുഃഖവും ദുരിതവും ഇത് മാത്രം ഉണ്ടാവുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാൾ ജീവിതത്തെ വെറുത്തു പോവുകയാണ്. അതിന് പ്രത്യേകിച്ച് മറ്റെന്ത് കാരണമാണ് വേണ്ടത്? മരണത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അവിടെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ജീവിതത്തിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല. ജീവിതം അർത്ഥപൂർണ്ണമാവണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും സുഖമോ സന്തോഷമോ സമാധാനമോ ലഭിക്കേണ്ടതില്ലേ? ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല. ഒന്നും നൽകേണ്ടവർ പോലും നൽകുന്നില്ല. എല്ലാവരും അവരവരുടെ സുഖം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ട ഒന്നും കിട്ടാത്തൊരു പ്രതീതി. അങ്ങനെ ഉണ്ടാകുന്ന പ്രതീതിയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ സ്നേഹിക്കുക? അവിടെ ജീവിക്കുന്നത് മരണത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. അവിടെ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം ഒരു പ്രശ്നങ്ങളാണ് ഗോപി അനുഭവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ഥിതി പത്തായപ്പുര മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ താവഴിയായി വീതം വെക്കലുകൾ നടന്ന സമയത്ത്
ഇവർക്ക് കിട്ടിയിട്ടുള്ളത് പത്തായപ്പുര മാത്രമാണ്. തറവാട്ട് ഭാഗവും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെ ഗോപി പറയുന്നുണ്ട്. 3 താവഴിയായിട്ടാണ് തറവാട് ഭാഗിച്ചിട്ടുള്ളത്. വലിയമ്മയും മക്കളും ഒരു താവഴി, ചെറിയമ്മയും മക്കളും മറ്റൊരു താവഴി, തൻ്റെ അമ്മയും മക്കളും മൂന്നാമതൊരു താവഴി. അപ്പോൾ പത്തായപ്പുര മാത്രമാണ് ഗോപിക്കും അമ്മയ്ക്കും കിട്ടിയത് എന്ന് പറയുന്നു. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക് വീണ്ടും വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് 1-ാമത്തെ അധ്യായം തന്നെ നമുക്ക് അനുഭവങ്ങൾ പകർന്നു തരുന്നത്. ഇങ്ങനെയാണെങ്കിലും അനുഭവങ്ങൾ എന്ന് പറയുന്ന നോവൽ നമുക്ക് വായിക്കുമ്പോൾ വ്യത്യസ്തമായൊരു വായന അനുഭവം തരുന്നതാണ്. ഒറ്റയിരിപ്പിൽ തന്നെ നമ്മളത് മുഴുവൻ വായിച്ചു തീർക്കാൻ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അനുഭവങ്ങൾക്കുള്ളത്. അനുഭവങ്ങളുടെ 2-ാമത്തെ അധ്യായവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.